നമ്മളെ ഇടയിൽ ഇങ്ങനെയുള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാണി. നമ്മളെ മക്കൾക്കൊക്കെ എത്ര തരം കൂട്ടാൻ വേണം ഒരു ദിവസം? എല്ലാവരുടെ മക്കളെയും സ്ഥിതി ഇത് തന്നെയല്ലേ? എന്നിട്ട് അവർക്ക് ചിലപ്പോൾ അത് വേണം ഇത് വേണം എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മളെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണ് നമ്മളൊക്കെന്ന്. നമുക്ക് എന്ത് കുറവാണുള്ളത് അല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരും ജീവിക്കണമെങ്കിൽ നമ്മളെ കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. എന്താ അവസ്ഥ അല്ലേ? എന്നിട്ടും ഭക്ഷണം കഴിക്കണ്ടെന്നല്ല ഞാൻ പറയണത്. നമ്മളൊക്കെ എന്താ പറയാ, മതി മറന്നിട്ടാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കണത്. ചെയ്യണ്ട കഴിക്കണ്ടെന്നല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കണ്ടെന്നറിയോ, ഇങ്ങനെ ഉള്ള ആൾക്കാരും നമ്മളെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. നമ്മള് എന്താ പറയാ, എത്രയോ ഭക്ഷണങ്ങൾ ചിലപ്പം വേസ്റ്റ് ആക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കണ എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ കുടുംബങ്ങൾ. ഇന്നിപ്പോൾ ആ പലസ്തീനത്തെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. എന്താ കുഞ്ഞു മക്കള്, ഒരു കുട്ടി പറയുന്നുണ്ടെന്നൊരു വാക്ക്, ഞങ്ങൾക്ക് ഭക്ഷണം തരൂ. മറ്റുള്ള രാജ്യക്കാരോട് കെഞ്ചി പറയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തരൂ, വിശക്കുന്നുണ്ട് എന്ന്. ഉമ്മല്ല ഉപ്പല്ല, ആരും ഇല്ലാത്ത ഒരവസ്ഥ. എത്രയോ പൈത മക്കള് നമ്മളെ നാട്ടിൽ വീഡിയോ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടൊക്കെ ഈ ടിക്ടോക്ക് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. ചില നേരത്തെ സത്യം പറയാം കരച്ചിൽ വരും ഓരോരോ വീഡിയോ കാണുമ്പോൾ. എന്താ അവസ്ഥ വെച്ചിട്ടാണ്. ഈ റബീഉൽ അവ്വൽ ഈ മാസത്തിൽ നിങ്ങൾ അവർക്ക് മനസ്സൊരുക്കിയിട്ട് പ്രാർത്ഥിക്കണം. അവർ വിജയിക്കണം. മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, അവരും ജീവനുള്ള വ്യക്തികളല്ലേ. എത്ര പോരും കുട്ടികൾ, ഒരുപാട് എന്താ പറയുക, ചെറിയ ചെറിയ പൈത മക്കള് ഓരോരോ വീഡിയോ കാണണം. മക്കളെ എന്താ അവസ്ഥ വെച്ചിട്ടാ. പഠിച്ചോനൊരു മനുഷ്യൻ എങ്ങനെയാലും ഏത് രാജ്യത്ത് എന്ത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ സംഭവിക്കുമ്പോൾ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഈ ഒന്നിനും പറ്റാത്ത മനുഷ്യർ, നമ്മളെപ്പോലത്തെ മനുഷ്യരാണ്. വലിയ വലിയ ആൾക്കാർ രക്ഷപ്പെടും, അവർക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്താ അവസ്ഥ വെച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കാണ്. പഠിച്ചോൻ എല്ലാവരും തൊട്ട് കാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കുമ്പോൾ ചിന്തിക്കുക. ഇന്നിപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് എന്താവും എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ മക്കളെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. അവർ ഇന്നത് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഇടയിലും ഒന്നൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക, നല്ല കമന്റ് ഇട്ടാ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ഓക്കെ.